വൈകുന്നേരം ആകുമ്പം ഇതുപോലൊരു പ്രത്യേക സ്നേഹം കാണിക്കും. വേറെ ഒന്നുമല്ല, ചായ കുടിക്കാൻ സമയമായി, എന്തെങ്കിലും ഐറ്റം ഉണ്ടാക്കാനാണ്. പാവം നാട്ടിലൊക്കെ ഞാൻ പറയുന്ന പോലെ എന്തെങ്കിലും സാധനം നമുക്ക് പുറത്തുനിന്ന് വാങ്ങാം. ഇതിപ്പോൾ ബിസ്ക്കറ്റോ സമൂസ ഇങ്ങനെയുള്ള സാധനങ്ങളെ വാങ്ങിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇന്ന് ഞാൻ വിചാരിച്ചു മുളക് ബജി ഉണ്ടാക്കാമെന്ന്. അപ്പോൾ മുളക് ബജി തനുക്കുട്ടിക്ക് അതിൻ്റെ മാവ് വെറുതെ കടിച്ച് കഴിക്കാനാണ്. എന്നിട്ടും പറയും അമ്മ ഉണ്ടാക്കുക, എനിക്ക് ഭയങ്കര ഇഷ്ടമാണെന്ന്. അപ്പോൾ മുളക് ബജിക്ക് വേണ്ടിയിട്ട് കടലമാവും കുറച്ച് അരിമാവും പിന്നെ മുളക് പൊടി കുറച്ച് കായപ്പൊടി പിന്നെ ഉപ്പ് പിന്നെ കുറച്ച് സോഡാപ്പൊടിയും കൂടി ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് അതിലോട്ട് ഒരു അരക്കപ്പോളം വെള്ളം ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്ത് ഒരുപാട് ലൂസുമല്ല ഒരുപാട് കട്ടിയല്ല, മുളക് മുക്കിയെടുക്കുമ്പോൾ അതിലിങ്ങനെ നന്നായി പിടിച്ചിരിക്കണം. ആ ഒരു പരുവത്തിന് വേണം ബാറ്റർ റെഡിയാക്കാൻ. പിന്നെ മുളകിനെ ഇതുപോലെ രണ്ടായിട്ട് കീറിയെടുത്തതിന് ശേഷം നന്നായിട്ട് ചൂട് വെള്ളം ഒഴിച്ച് ഒരു 5 മിനിറ്റ് ഇട്ടേക്കുക. ഇല്ലെങ്കിൽ നമ്മളിങ്ങനെ വറുത്തെടുക്കുമ്പോൾ മുളക് പച്ച പോലെ ഇരിക്കും കേട്ടോ. 5 മിനിറ്റ് കഴിഞ്ഞിട്ട് ഇതിനകത്ത് നന്നായിട്ട് വെള്ളം ഇറങ്ങിയിരിക്കും. അതിനെ ഒന്ന് മാറ്റി വെച്ചതിന് ശേഷം ഈ ബാറ്ററിനകത്ത് മുക്കി ചൂട് എണ്ണയിലോട്ട് ഇങ്ങനെ വറുത്തെടുത്താൽ ചൂട് ചായയുടെ കൂടെ കുടിക്കാൻ നല്ല അടിപൊളിയാണ്. തനിക്കുട്ടിയാണെങ്കിൽ എൻ്റെ പുറകെ നിന്ന് പാട്ടും കഥയുമായിട്ട് ഇരിപ്പുണ്ട് കേട്ടോ. സന്തോഷമാണ് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കുന്ന സമയങ്ങളിൽ. ഞാൻ 2 ഉണ്ടാക്കിയോളൂ, 2 ഓർഡറായി.